ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫ്രൈയിങ് പാനിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റഫ്ഡ് ചിക്കൻ പിസയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഫസ്റ്റ് നമുക്ക് സാധാരണ പിസ്സ ബേസ് ചെയ്യണ പോലെ തന്നെ ഒന്ന് മാവ് റെഡിയാക്കി എടുക്കാം. ഒരു ബൗളിൽ 2 ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറുതായി ചൂടാക്കിയ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 10 മിനിറ്റ് മാറ്റി വെക്കുക. ഇപ്പം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈസ്റ്റ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഞാൻ 1/2 കിലോ മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ ഈസ്റ്റ് ഒഴിച്ചെടുത്തിട്ട് ഉപ്പും പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് 2 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. ചിക്കൻ്റെ ഫില്ലിങ്സിന് വേണ്ടിയിട്ട് ബോൺലെസ് ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഉള്ളി, തക്കാളി, ഷ്രെഡഡ് മൊസറല്ല ചീസ്, ഒലീവ്സ്, പിന്നെ സോയാ സോസ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ റെഡ് ചില്ലി ഒന്ന് ചതച്ചെടുത്തത്, പിസ്സ സോസ്, പിന്നെ ഒറിഗാനോ. ഫസ്റ്റ് ഫ്രൈങ് പാനിൽ 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ചിക്കനും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാം. എല്ലാ ചിക്കനും ഒരു വൈറ്റ് കളറാവണ വരെ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം ചിക്കനിൽ വെള്ളമൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കനിലേക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്തതിന് ശേഷം പിന്നെ ഉപ്പൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചേർക്കാൻ, കാരണം സോയാ സോസിൽ ഓൾറെഡി ഉപ്പുള്ളതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഉള്ളിയും തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉള്ളിയും തക്കാളി ഇട്ടതിന് ശേഷം ഒരുപാട് നേരം ഫ്രൈ ചെയ്യേണ്ട, കാരണം ചിക്കനിന് വെള്ളം വിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇനി ഒലീവ്സും ഒറിഗാനോയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ചിക്കൻ്റെ ഫില്ലിങ്സ് റെഡിയായി. ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ മാവ് ഇപ്പം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇത് കയ്യിലെടുത്തിട്ട് ഉരുളയാക്കി എടുക്കാം. ഇനി ഓരോ ഉരുളയും ഇതേപോലെ കൈ വെച്ചൊന്ന് പരത്തിയെടുക്കുക. അതിൻ്റെ മുകളിൽ പിസ്സ സോസ് തേച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ഫില്ലിങ്സ് വെച്ചെടുക്കുക. ഇനി ഷ്രെഡഡ് ചീസും കൂടി ഇട്ട് കൊടുത്തിട്ട് അവസാനമായിട്ട് ഒറിഗാനോ കൂടി ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക. ഞാൻ ഇതേപോലെ ഒന്ന് ഉരുളയാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു ഫ്രൈങ് പാനിൽ ബട്ടർ പേപ്പർ വെച്ച് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി അവസാനമായിട്ട് എല്ലാ ബോൾസിലും കുറച്ച് ബട്ടർ തേച്ച് കൊടുത്തിട്ട് ഒറിഗാനോ കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി ഇത് സ്റ്റൗവിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് മൂടി വെക്കാം. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എല്ലാ ബോൾസിൻ്റെ മുകളിലും കുറച്ച് ചീസ് വെച്ചിട്ട് വീണ്ടും മൂടി വെക്കാം. ചീസ് ചേർത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് ഇപ്പം ചീസെല്ലാം നല്ല മെൽട്ടായിട്ട് ഇതിവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ സ്റ്റഫ്ഡ് ചിക്കൻ പിസ്സ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. ഇനി അടുത്തൊരു വീഡിയോയിൽ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം.